ശ്രീ EA സുകു നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. മുൻ CPM നേതാവ്. നേരത്തെ അൻവറിന്റെ റാലിയിൽ നമ്മൾ കണ്ട സാന്നിധ്യവും കൂടിയാണ്. ശ്രീ സുകു, DMK നേതാക്കളുമായി അൻവർ ചർച്ച നടത്തുന്നു എന്ന വിവരം വരികയാണ്. സെന്തിൽ ബാലാജിയെ അദ്ദേഹം കണ്ടിരിക്കുന്നു. എന്താണ് അൻവറിന്റെ നീക്കം? എന്ത് സാധ്യതകളാണ് തേടുന്നത്? അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലെ അവിശുദ്ധ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോ അൻവർ രൂപീകരിക്കാൻ പോകുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ അത് ദേശീയ തലത്തിൽ BJPക്കെതിരെ വലിയ തോതിലുള്ള പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് DMK. ആ DMKയുടെ നേതാവ് സ്റ്റാലിനും. അപ്പോ ആ തരത്തിൽ നമ്മള് DMKയോടൊപ്പം ചേർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ DMK മുന്നണിയിൽ ചേർന്നുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് സ്റ്റാലിനുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആശയവിനിമയം ഏത് തലം വരെ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് ഒരു പാർട്ടി രൂപീകരിച്ച് DMKയുടെ ഭാഗമാവുക, സഖ്യകക്ഷിയാകുക എന്നതാണോ നീക്കം? അതെ, തീർച്ചയായിട്ടും നാളെ അതിന്റെ പ്രഖ്യാപനം മഞ്ചേരിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ നയപരിപാടികളെ സംബന്ധിച്ചൊക്കെ അവിടുന്ന് പ്രഖ്യാപിക്കും. കേരളത്തിൽ ഈ പറഞ്ഞ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ട്, അതോടൊപ്പം തന്നെ വന്യമൃഗ ശല്യത്തിനെതിരെയുള്ള നിയമ നടപടികള്, ഇങ്ങനെ ഉള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിന് ഒപ്പം ചേരാൻ പറ്റിയ ഒരു മുന്നണിയും പാർട്ടിയും DMK ആണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിട്ടുള്ളത്. ശ്രീ സുകു, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് DMKയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടോ? അതോ അതിന്റെ പ്രാഥമിക ചർച്ചകളാണോ നടക്കുന്നത്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടാണല്ലോ ആ ചർച്ചയ്ക്ക് ഒരു വഴി ഉണ്ടായി മാറിയിട്ടുള്ളത്. ഇപ്പോ നമുക്കറിയാം CPM-ഉമായിട്ടൊക്കെ DMK പുലർത്തുന്ന ബന്ധം അവരുടെ ഘടകകക്ഷി കൂടിയാണ്. അപ്പോ മാത്രവുമല്ല, പിണറായി വിജയനുമായി വലിയ വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് സ്റ്റാലിൻ. അതെ, DMK പിന്നെ CPM മാത്രമായിട്ടല്ലല്ലോ, DMK കോൺഗ്രസുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയല്ലേ. ഈ കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ ഈ ഇന്ത്യ മുന്നണി പരസ്പരം മത്സരിക്കണുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇന്ത്യ മുന്നണി ഈ പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ UDF-ഉം ഒക്കെ ഒരേ ഘട്ടമായിട്ടല്ലേ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടക്കും. അപ്പോ ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം നാളെ അത് പൂർണ്ണമായ കാര്യം ഇപ്പൊ തുറന്നു പറയാന്ന് പറയുമ്പോ നാളത്തെ പൊതുയോഗത്തിന്റെ ഒരു സസ്പെൻസ് പോയില്ലേ. DMK നേതാക്കൾ ആരെങ്കിലും പ്രധാനപ്പെട്ടവർ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. DMKയുടെ ഒരു പ്രതിനിധി നാളത്തെ നയപ്രഖ്യാപന യോഗത്തിൽ, പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്ന ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ EA സുകു, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും